പകർച്ചവ്യാധിയുടെ മൂർധന്യാവസ്ഥയിൽ നിന്ന് ലോകം പതിയെ മുക്തി നേടിയെങ്കിലും വൈറസ് ബാധയുടെ പരിണിതഫലങ്ങൾ ഇപ്പോഴും നമ്മുടെ ശരീരത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. കോവിഡ് വന്നുപോയതിനു ശേഷം ആളുകൾ അനുഭവിക്കുന്ന ഇത്തരം പലവിധ ആരോഗ്യ പ്രശ്നങ്ങളെ പോസ്റ്റ് കോവിഡ്-19 സിൻഡ്രം അല്ലെങ്കിൽ പോസ്റ്റ് അക്യൂട്ട് കോവിഡ്-19 സിൻഡ്രം എന്നാണ് പറയുക. പഠനങ്ങൾ പ്രകാരം കോവിഡ്-19 അതിജീവിച്ച 40% പേരും ഇപ്പോഴും പോസ്റ്റ് കോവിഡ്-19 സിൻഡ്രത്തോട് പോരാടുന്നുണ്ട്. വൈറസ് ബാധ മൂലമുണ്ടായ ഈ അനന്തരഫലങ്ങളുടെ വെല്ലുവിളികളെക്കുറിച്ച് ഗവേഷകർ പഠിക്കുകയാണ്. യൂറോപ്യൻ ഹാർട്ട് ജേണലിൽ ഓഗസ്റ്റ് 18 ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. ഇതിൽ കോവിഡ് ബാധിച്ച സ്ത്രീകളിൽ പലർക്കും വാർദ്ധക്യത്തിന്റെ വേഗത വർദ്ധിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തി. വൈറസ് ശരീരത്തിലെ രക്തക്കുഴലുകളുടെ പ്രായം ഏകദേശം 5 വർഷം വരെ കൂട്ടിയെന്നാണ് പഠനം പറയുന്നത്. ഇത് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ കൂടുതൽ വാർദ്ധക്യ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. രക്തക്കുഴലുകളുടെ കട്ടി കൂടുമ്പോൾ ആളുകൾക്ക് പക്ഷാഘാതം, ഹൃദയാഘാതം എന്നിവയുൾപ്പെടെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. അതിനാൽ വിഷയം ഗൗരവമായി കാണേണ്ടതാണെന്ന് ഗവേഷകർ പറയുന്നു. ഫ്രാൻസിലെ പാരീസ് സിറ്റി സർവകലാശാലയിലുള്ള പ്രൊഫസർ റോസ മരിയ ബ്രൂണോയാണ് പഠനത്തിന് നേതൃത്വം നൽകിയത്. രോഗസമയത്തോ അല്ലെങ്കിൽ രോഗം വന്നുപോയതിനു ശേഷമോ മാസങ്ങളും വർഷങ്ങളും നീണ്ടുനിൽക്കുന്ന കോവിഡ് ലക്ഷണങ്ങൾ അവശേഷിച്ചിരുന്നു. എന്നാൽ ഇതെങ്ങനെയാണ് ശരീരത്തെ ബാധിക്കുക എന്ന് തങ്ങൾ നിരീക്ഷിക്കുകയാണെന്ന് പ്രൊഫസർ പറഞ്ഞു. കോവിഡ് വൈറസിന് രക്തക്കുഴലുകളെ നേരിട്ട് ആക്രമിക്കാൻ കഴിയും. ഇത് വസ്കുലർ ഏജിംഗ് എന്ന് വിളിക്കുന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നു. അതായത് ഒരാളുടെ രക്തക്കുഴലുകളുടെ ആരോഗ്യം ക്ഷയിച്ച് അയാളുടെ വയസ്സിനേക്കാൾ പ്രായം കൂടിയതാകുന്നു. ഇത് ഹൃദ്രോഗം പിടിപെടാനുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുക എന്ന് പ്രൊഫസർ റോസ മരിയ പ്രതികരിച്ചു. 2020 സെപ്റ്റംബർ മുതൽ 2022 ഫെബ്രുവരി വരെ ഓസ്ട്രേലിയ, ഓസ്ട്രിയ, ബ്രസീൽ, കാനഡ, സൈപ്രസ്, ഫ്രാൻസ്, ഗ്രീസ്, ഇറ്റലി, മെക്സിക്കോ, നോർവേ, തുർക്കി, UK, US തുടങ്ങി 16 വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള 2390 പേരെയാണ് പഠനത്തിൽ ഉൾപ്പെടുത്തിയത്. അവരെ കോവിഡ് വരാത്തവർ, കോവിഡ് വന്നെങ്കിലും ആശുപത്രിയിൽ പോകേണ്ട സാഹചര്യം ഉണ്ടാകാതിരുന്നവർ, തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചവർ എന്നിങ്ങനെ തരംതിരിച്ചു. കരോട്ടിഡ് ധമനിക്കും ഫെമറൽ ധമനികൾക്കുമിടയിൽ രക്തസമ്മർദ്ദം എത്ര വേഗത്തിലാണ് നടക്കുന്നത് എന്ന് താരതമ്യം ചെയ്തുകൊണ്ട് ഗവേഷകർ ഓരോ വ്യക്തിയുടെയും രക്തക്കുഴലുകളുടെ പ്രായം വിലയിരുത്തി. കരോട്ടിഡ് ഫെമറൽ പൾസ് വേവ് വെലോസിറ്റി എന്നാണ് ഈ രീതി അറിയപ്പെടുന്നത്. ഇതിലൂടെ രക്തസമ്മർദ്ദ അളവ് കൂടുന്തോറും രക്തക്കുഴലുകൾ കൂടുതൽ ദൃഢമാവുകയും അത് അയാളുടെ രക്തക്കുഴലുകളുടെ പ്രായം കൂട്ടുകയും ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. കോവിഡ് അണുബാധയ്ക്ക് 6 മാസത്തിനു ശേഷവും 12 മാസത്തിനു ശേഷവും ഇവർ ആളുകളിൽ കരോട്ടിഡ് ഫെമറൽ പൾസ് വേവ് വെലോസിറ്റി പരിശോധിച്ചിരുന്നു.